ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദർശൂട്ടന് ഞാൻ കൊടുക്കുന്ന ഫുഡ് എന്തൊക്കെയാണെന്നാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മുട്ടയാണ് കൊടുക്കുന്നത്. മുട്ട പുഴുങ്ങിയിട്ട് കൊടുക്കും. അപ്പം വെള്ളത്തിൽ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് മുട്ട കൊടുക്കുന്നത് നല്ലതാണ്. ധാരാളം പ്രോട്ടീൻ അടങ്ങിയ, അതേപോലെ അയണും വൈറ്റമിൻസും എല്ലാം അടങ്ങിയ ഒരു ഫുഡാണ്. ദർശൂട്ടൻ രാവിലെ 8:30 അല്ലെങ്കിൽ 9 മണിക്കുള്ളിൽ എഴുന്നേക്കും. അപ്പം എൻ്റെ പാല് കുടിച്ചിട്ടാണ് എഴുന്നേക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. മുട്ട കൊടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പാല് കൊടുക്കുന്നുണ്ട്. മിൽമ പാലാണ്. നേരത്തെ തീർച്ചയായിട്ടും വെള്ളം മാത്രമേ കുടിക്കത്തുള്ളായിരുന്നു, ഫുഡൊന്നും കഴിക്കൂലായിരുന്നു. ഇപ്പം നേരെ തിരിച്ചായി. ഇപ്പം വെള്ളമൊന്നും കുടിക്കില്ല, ഫുഡൊക്കെ ആവശ്യത്തിന് കഴിക്കുന്നുണ്ട്. പാലൊക്കെ കുടിക്കാൻ പാടാ, പക്ഷെ കാർട്ടൂണൊക്കെ ഇട്ട് കാണിച്ച് എങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. അടുത്തത് ഇനി കാപ്പി ഉണ്ടാക്കാം. അപ്പോൾ കാപ്പിക്ക് ഇന്ന് നമ്മൾ ദോശയാണ് ചെയ്യുന്നത്. അപ്പം ദർശൂട്ടിൻ്റെ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ദോശ ചെയ്യാമെന്ന് വിചാരിച്ചു. എണ്ണ യൂസ് ചെയ്യാണ്ട് നെയ്യൊക്കെ ആഡ് ചെയ്ത് ദോശ ഉണ്ടാക്കുവാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. അപ്പോൾ മാവ് കുറച്ച് ലൂസായി പോയി. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോഴത്തേനും മാവ് കട്ടിയായിരുന്നു. ഞാൻ തണുപ്പിക്കാൻ വെച്ചപ്പോഴത്തേനും പിന്നെ നല്ല ലൂസായി പോയി. കുറച്ച് നെയ്യും കൂടി മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിയായിട്ട് മീൻചാറാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കൂടുതലും കൊടുക്കാറുള്ളത് സാമ്പാറൊക്കെയാണ്. സാമ്പാറിലാവുമ്പോൾ കുറേ വെജിറ്റബിൾസൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി നല്ലതായിരിക്കും തോന്നിയിട്ടുണ്ട്. ഓരോ കുട്ടികൾക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. ദർശൂരിന് എല്ലാ കറികളും അങ്ങനെ ഇഷ്ടമൊന്നുമല്ല. അപ്പം ഞാൻ ആൾ കഴിക്കുന്ന കറിയൊക്കെയാണ് കൂടുതലും കൊടുക്കാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒട്ടും കഴിക്കില്ല, തുപ്പിക്കളയിലായിരിക്കും. കുഞ്ഞുങ്ങളെ നമുക്ക് ഫുഡ് കഴിപ്പിക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ പാട് വരുന്നത്. സാധാരണ പുറത്തൊക്കെ കൊണ്ടുപോയി കളിപ്പിച്ചിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് മഴയായതുകൊണ്ട് TV-യിൽ കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ട് അകത്തിരുന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ വെള്ളം കൊടുക്കലും, മാക്സിമം വെള്ളം കൊടുക്കാതിരിക്കുക. പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് വെള്ളം കൊടുക്കേണ്ടത്. മാക്സിമം കുട്ടികൾക്ക് കുത്തി നിറച്ച് കൊടുക്കാതിരിക്കാൻ നോക്കുക. കുത്തിക്കയറ്റി കൊടുക്കുമ്പോഴത്തേനൊക്കെ ആയിരിക്കും കുട്ടികൾ കൂടുതലും ഫുഡൊക്കെ വെറുക്കാൻ തുടങ്ങുന്നത്. ചെറിയ ഉരുളയാക്കി കൊടുക്കാൻ ശ്രമിക്കുക. എന്നിട്ടത് ചവച്ചരച്ച് കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് അടുത്ത ഉരുള കൊടുക്കുക. കൊടുക്കുന്ന ഉരുള വിഴുങ്ങിയിട്ട് കാര്യമില്ല, ചവച്ചരച്ച് തന്നെ കഴിക്കാൻ ശ്രമിക്കണം. അതിനോടൊപ്പം വെള്ളവും കൊടുക്കലും. വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഉരുള അങ്ങ് വിഴുങ്ങത്തേ ഉള്ളൂ. ഏത് ജോലി തിരക്കിനിടയിലും കുട്ടികൾക്ക് സാവധാനം ഫുഡ് കൊടുക്കാൻ തന്നെ നോക്കണം. ഇനി കുറച്ച് കഴിഞ്ഞ് കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് കുളിപ്പിക്കാൻ കൊണ്ടുപോകും. കുളിപ്പിച്ച് വന്നിട്ട് പിന്നെ ചോറ് കൊടുക്കും. അപ്പം ചോറിൻ്റെയോടൊപ്പം മുട്ട പൊരിച്ചതും പുളിശ്ശേരിയായിട്ടാണ് കൊടുക്കുന്നത്. ആൾക്ക് കൂടുതലും പുളിശ്ശേരിയും പരിപ്പൊക്കെയാണ് ഇഷ്ടം. ചോറ് എടുക്കാനായിട്ട് കുറച്ച് ടാസ്ക്കാണ്, ആളുടെ പുറകിൽ ഓടി നടക്കണം. അപ്പോൾ ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി ആളെ ഉറക്കാനായിട്ട് പോവാണേ. അപ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങും. 1:30 അങ്ങോട്ടേ ഫുഡ് കൊടുത്തത്. അത് കഴിഞ്ഞ് ഒരു 2 മണിക്കൂറോ 1 മണിക്കൂറോ ഉറങ്ങും. അത് കഴിഞ്ഞ് വൈകിട്ടാകുമ്പോഴത്തേനും 4:30 5 മണിക്കുള്ളിൽ ഏത്തയ്ക്ക ഇങ്ങനെ അരിഞ്ഞിട്ട്, സാധാരണ ഞാൻ പച്ചയ്ക്കായിരുന്നു ഏത്തയ്ക്ക കൊടുത്തുകൊണ്ടിരുന്നത്, പക്ഷേ അത് ആൾക്ക് പിടിക്കുന്നില്ല. പിന്നെ ഞാൻ പുഴുങ്ങി കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ ഇപ്പം നെയ്യിലിട്ട് ഇങ്ങനെ വരട്ടി കൊടുക്കും. അതാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെ കൊടുക്കുന്നത്. ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യും കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല രീതിക്ക് ഉടച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഡെയിലി ഒരു ഏത്തയ്ക്ക കൊടുക്കുന്നത് നല്ലതാണ്. ആരോഗ്യത്തിനും അവരുടെ വളർച്ചയ്ക്കും നല്ലതാണ്. ഞാൻ മോന് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കുറച്ച് ഫുഡൊക്കെയാണ് കൊടുക്കാൻ നോക്കുന്നത്. ബേക്കറിയിലെ പലഹാരങ്ങളൊന്നും അങ്ങനെ കൊടുക്കാറില്ല, ഇടയ്ക്കൊക്കെ കൊടുക്കാറുള്ളൂ. മാക്സിമം വീട്ടിലെ ഫുഡൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ അമൃതം പൊടിയുടെ കുറുക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഏത്തയ്ക്ക ഉള്ളതുകൊണ്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അമൃതം പൊടിയുടേത് ഇടയ്ക്കിടയ്ക്കേ കൊടുക്കാറുള്ളൂ. കുട്ടികളുടെ വണ്ണത്തിലല്ല കാര്യം, ഹെൽത്തിന് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്. ഓരോ കുഞ്ഞുങ്ങൾക്ക് ഓരോ സ്റ്റേജസ് ആണ്. അപ്പോൾ ചിലർക്ക് വളർച്ച കൂടുതലായിരിക്കും, ചിലർക്ക് വളർച്ച കുറവായിരിക്കും. കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാരുടെ ശരീരമൊക്കെ ആയിരിക്കും കുട്ടികൾക്കും വരിക. അടുത്ത ഫുഡ് കഴിക്കാനായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പം കളിക്കുന്നതിൻ്റെ ഇടയിൽ ഫുഡ് കൊടുക്കുവാണെങ്കിൽ അവർ ആ കഴിക്കുന്നതിൻ്റെ ആ ഫീലൊന്നും അറിയത്തില്ല. കുട്ടികളെ ഇഷ്ടമില്ലാത്ത രീതിയിൽ ഫുഡൊക്കെ കഴിപ്പിക്കുമ്പോഴാണ് അവർ ഫുഡിനോടൊക്കെ ഒരു വെറുപ്പ് കാണിക്കുന്നത്. അവരുടെ കൂടെ കളിച്ചും ചിരിച്ചൊക്കെ ആസ്വദിച്ച് കഴിക്കുമ്പോഴത്തേന് അവർ തനിയും കഴിച്ചോളും. ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ കഴിക്കും. പിന്നെ രാത്രിയിൽ അപ്പവും കടലക്കറിയുമാണ്. രാത്രിയിൽ വലുതായിട്ട് ഓവറായിട്ടൊന്നും ഫുഡ് കൊടുക്കൂല. ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ആൾ പിന്നെ കിടന്ന് ഉറങ്ങും.